ഹായ് മച്ചാൻസ്, ഞാൻ അജിത്. നമ്മുടെ കൊല്ലം മച്ചാൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയൊരു യൂട്യൂബറാണ്. നമ്മളെ അച്ഛൻ്റെ ആണ്ടാണ്, 4ാം ചരമവാർഷികമാണ്. അപ്പോൾ അതിൻ്റെ വെല്ലിടാനായിട്ട് അങ്ങോട്ട് പോകുക. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ഇൻ്റർവ്യൂ എടുക്കാനായിരുന്നു. കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ഇനി കുറച്ച് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒക്കെ ചെയ്യണം. ഇത് അനു, തൻ്റെ ഇത് ഉണ്ണിക്കുട്ടൻ, അതുകൊണ്ട് ദൈവം അടുത്തിരിപ്പുണ്ട്. ഞങ്ങൾ പിന്നെ അമ്മയുണ്ട്, മീനുണ്ട്. ഞങ്ങൾ ഇത്രയും പേരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലെ ഓരോരോ കാഴ്ച കണ്ട് പോവാം. കൊല്ലാക്കുഴി ക്ഷേത്രം. പാലമുക്കെത്തി. ഇനി പാലമുക്ക് നേരെ തിരുമുക്ക്. തിരുമുക്കിൽ ക്യാമറ ഇരിപ്പുണ്ട് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. അതാ മേളിൽ ആർഷായിരിക്കുന്നുണ്ട്, അതാ മേളിരിക്കുന്നുണ്ട്, അതായത് ചിരിക്കുന്നത്. തിരുമുക്ക് റോഡിൽ കയറി. മൈലക്കാട് ഇറക്കം. റോഡ് മൊത്തം പണി കിടക്കുന്നുണ്ട്, റോഡ് മൊത്തം ബ്ലോക്കാം. അങ്ങനെ നമ്മൾ കൊട്ടിയം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. പള്ളിയായി. തട്ടാമലപ്പള്ളി കഴിഞ്ഞു. ഇത് നമ്മൾ പോകുന്നത് മുണ്ടക്കയമാണ്. മുണ്ടക്കയെന്നല്ല പേര്, മുണ്ടക്കയം. നമ്മളെ കോളേജ് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു ഉണ്ണിശാന്തി എന്ന് പറയും. ഉണ്ണിശാന്തി എന്ന് പറയുന്നത് തിരുമേന അടുത്താണ് പോകുന്നത്. അടിപൊളി തിരുമേന. നമുക്ക് ബലിയിടാൻ ചെന്ന് നമുക്ക് മനസ്സിനൊരു സമാധാനമായിട്ട് അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞു തരും. നല്ലൊരു തിരുമേനയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് ബലിയിട്ട് നോക്കുക. കോളേജ് ജംഗ്ഷൻ. ഈ കോളേജ് ജംഗ്ഷൻ എത്തി. കോളേജ് ജംഗ്ഷനിൽ ആല് മുറിച്ചു. ആലിനടുത്താണ് ലെഫ്റ്റ് കയറി പോകുന്നത്. കോളേജ് ജംഗ്ഷൻ ഇത് ആല്. ഈ ആലിനോട് ചേർന്ന് തന്നെയാണ് അമ്പലവും മഹാവിഷ്ണു ക്ഷേത്രം. ഗേറ്റടവാണ്. ഇതാണ് ഈ ടാർപ്പിട്ടാണ് ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കയറിയിട്ട് ഇവിടെ വേണമെങ്കിൽ ഇപ്പം പോകുന്ന വഴിക്ക് തിലോഹമം ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് വന്നതും ചെയ്യും. അമ്പലം കഴിഞ്ഞ് ഗേറ്റുണ്ട്. റെയിൽവേ കട്ടിങ് കഴിഞ്ഞ് നേരെ പോവാം.
പാലത്തിന് അവിടെ നിന്ന് ലെഫ്റ്റാണ്. നേരെ വരുമ്പോൾ പാലത്തിൽ നിന്ന് ലെഫ്റ്റ് ഒരു അമ്പലമുണ്ട്. മുണ്ടക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രമുണ്ട്. മുണ്ടക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. നേരെ ചെല്ലുന്നൊരു ഗുരുമന്ദിരമാണ്. ആ ഗുരുമന്ദിരത്തിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യുക, എന്നിട്ട് താപ്പോട്ട് ഇറങ്ങണം. അവിടെ ഈ ശാന്തി മാത്രമേ ഉള്ളൂ. ബലിയിടാനായിട്ടിരിക്കുന്ന ഈ ശാന്തി മാത്രമേ ഉള്ളൂ, ഉണ്ണിശാന്തി. ഇവിടെ തന്നെ നിങ്ങൾക്ക് തോർത്തൊക്കെ മേടിക്കാൻ പറ്റും. തോർത്തൊക്കെ മേടിക്കാനും എല്ലാം ഇവിടെ തന്നെ കടകളുണ്ട്. ഒരു കടയുണ്ട്, അവിടുന്ന് തോർത്തും സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും. അങ്ങനെ ഇവിടുന്ന് താപ്പോട്ട് ഇറങ്ങുന്നതാണ് ഉണ്ണിശാന്തിയുടെ സ്ഥലം. ആൾക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരെ വന്നിട്ട് പോകുന്നു. കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് നല്ല ഇവിടെ കടയുണ്ട്. കടയിൽ നിന്ന് തോർത്തൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ ബലിയിടാനായിട്ട്. നമ്മളവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇതിലിറങ്ങി പോകും. ബാബു വരുന്നുണ്ട്, വൃത്തിയാക്കി കിടക്കുന്നു. ഉണ്ണിശാന്തി ആണ് ബലിയിടുന്ന സ്ഥലം. നല്ല തിരയുണ്ട്. ഉണ്ണിശാന്തിൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല ഉണ്ണിശാന്തിൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്. ശാന്തിയെ വിളിച്ചാൽ മതി. ഇതാണ് ഉണ്ണിശാന്തിൻ്റെ നമ്പർ. അതിന് അറിയണമെങ്കിൽ ഉണ്ണിശാന്തിയെ വിളിച്ചാൽ മതി. വെള്ളം നാക്കി തുടിക്കുക കളയും. ശ്രീരാമ രാമ 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 ധരീകാക്ഷ പുനാതുമ. വെള്ളം തന്നെ പറഞ്ഞു. ഇവിടെ അതുപോലെ നെഞ്ചിൻ്റെ കുഴിയിൽ അതിൻ്റെ ഭാഗത്ത് ഷോൾഡർ, ക്രോസ് ആൻഡ് ഷോൾഡർ, അതുപോലെ കാലിൻ്റെ മേൽപ്പാട്, കാലിൻ്റെ മേൽപ്പാട് സവിതൃമണ്ഡല മധ്യവാർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട ഏയൂരവാൻ മകരകുണ്ടലവാൻ കിരീടേ ആര്യ ഹിരൺമയ ബഹുദ സഞ്ചിതഃ. ഓം സൂര്യായ നമഃ, ഓം ആദിത്യായ നമഃ, ഓം ഭദ്രായ നമഃ. ഒരു തുളസി കഴിയും. മാതൃമാത മഹാദയ അതിഥ
ദേവന്റെ കർമ്മങ്ങൾ പ്രദക്ഷിണം തു ദേവന പിതൃണ അപ്രദക്ഷിണം എന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നു. പ്രദക്ഷിണമാർക്ക ദേവന്മാർക്കോ പിതൃക്കൾക്കോ അപ്രദക്ഷിണമാണ്. ദേവന്റെ കർമ്മങ്ങൾ വലത്തേക്ക് ഇരുന്ന് ഇടത്തേക്ക് തൊഴിൽ വിളിച്ചുകൊണ്ട് അവരവരുടെ ഇടയ്ക്ക് ഇട്ട് നടക്കാം. 3 പ്രാവശ്യം നടക്കും. ഓം യാനി യാനിജ ഭവാനി ജമത ഭവാനി ഭവാനി ിന്റെ ഓം ശിവം ഭവനം സാമ ഭവാനം 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 ഓം യായം യായം അടിയം അടിയം സമ്പന്നസ്വ ഭവാനിയോ ജഗന്ന ജഗന്ന ഉലൈസത്തെ ജീവവാൻ ശുഭൻ സെക്രട്ടറി ഓം മഹാബല അപ്പോൾ മച്ചന്മാരെ നമ്മളെ വീട് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബലി കടലിലൊഴുക്കി എന്നിട്ട് ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ മറ്റേ അമ്പലത്തിൽ പോയി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. അവിടെ പോയി ഒരു തിലോഹോമം നടത്തിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ചെറിയ കുറച്ച് വീഡിയോകളുണ്ട്, അതും കൂടെ കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ചെന്ന് തിലോഹോമമൊക്കെ ചെയ്ത് ഈ തിലോഹോമം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിന് ശാന്തി കിട്ടുന്നത് വെച്ചാൽ നമ്മൾ തന്നെയാണ് ഹോമത്തിൽ എള്ളൊക്കെ ഇടുന്നതും എല്ലാം. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. ഇത് ഈ അമ്പലം വരുന്നത് നമ്മുടെ കോളേജ് ജംഗ്ഷൻ ലെഫ്റ്റ് കയറുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.